പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ദുബായിൽ വാടക ഉയരുമെന്ന് റിപ്പോർട്ട്. വാടക നിരക്ക് 10 മുതൽ 12% വർദ്ധിക്കുമെന്നാണ് സൂചന. ദുബായിലേക്ക് അടുത്ത വർഷം കൂടുതൽ പുതിയ താമസക്കാരെത്തിയേക്കാമെന്നും അതോടെ താമസ വാടകയിൽ വർധനവുണ്ടായേക്കാമെന്നും റിപ്പോർട്ട്. പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നതിനാലും ലോകത്തെ കോടീശ്വരന്മാരുടെ പ്രധാന ലക്ഷ്യസ്ഥാനമെന്ന നിലയിലും ദുബായ് മാറുന്നതിനാൽ വാടകയിൽ വർധനവ് പ്രതീക്ഷിക്കാമെന്ന് റിയൽ എസ്റ്റേറ്റ് വ്യവസായികളും പറയുന്നു. ജുമൈറ ഐലൻഡ്, അൽബരാരി പോലുള്ള ആഡംബര മേഖലകളിൽ വാടക വർധന ഉണ്ടാകും. വാട്ടർ ഫ്രണ്ട് ലൊക്കേഷനുകളായ ദുബായ് മറീന, പാം ജുമൈറ, ഡൗൺടൗൺ ദുബായ്, ജുമൈറ ബേ ഐലൻഡ് എന്നിവിടങ്ങളിലും വാടകയിൽ വർധനവുണ്ടാകും. 2022-2023 വർഷത്തേക്കാൾ വാടക വിപണിയിൽ ഈ വർഷം 15 മുതൽ 20% വരെ ഉണർവുണ്ടായി. വില്ലകൾ വാടകയ്ക്കെടുക്കുന്ന പ്രവണത 5%, ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുക്കുന്നത് 16% വർദ്ധിച്ചു. അടുത്ത വർഷം ഈ സംഖ്യ ഇരട്ടിയാകും. ഫ്ളാറ്റുകൾക്കാണ് വില്ലകളേക്കാൾ ഡിമാൻഡ് കൂടുതൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഒമാനിൽ പിൻവലിക്കുന്ന കറൻസി നോട്ടുകൾ ഡിസംബർ 31 മുൻപായി പൊതുജനങ്ങൾ മാറ്റിയെടുക്കണമെന്ന് നിർദ്ദേശം. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറത്തിറക്കിയത്. രാജ്യത്ത് നിലനിന്നിരുന്ന ഏതാനും കറൻസി നോട്ടുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചതായി ഈ വർഷം ജനുവരി 7 സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചിരുന്നു. കറൻസി നോട്ടുകൾ പിൻവലിക്കാനുള്ള ഈ തീരുമാനം ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനായാണ് ഇപ്പോൾ സെൻട്രൽ ബാങ്ക് അറിയിപ്പ് നൽകിയത്. പിൻവലിക്കുന്ന കറൻസി നോട്ടുകൾ ഡിസംബർ 31 അസാധുവാകുമെന്നും അതിനാൽ ഇത്തരം കറൻസി നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ 1 മാസത്തിൽ താഴെ സമയം മാത്രമാണ് അവശേഷിക്കുന്നതെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തി. പിൻവലിക്കുന്ന നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് റൂവി, സൊഹാർ, സലാല എന്നിവിടങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ശാഖകൾ സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ ഒമാനിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്നും ഇത്തരം നോട്ടുകൾ മാറ്റിയെടുക്കാവുന്നതുമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിൽ മണി എക്സ്ചേഞ്ചുകൾക്ക് ലൈസൻസ് നൽകുന്നത് നിർത്തലാക്കുന്നു. നിലവിലുള്ള മണി എക്സ്ചേഞ്ചുകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും സെൻട്രൽ ബാങ്ക് പുറത്തിറക്കി. കുവൈറ്റ് വാണിജ്യ വകുപ്പാണ് മണി എക്സ്ചേഞ്ചുകൾക്ക് പുതിയ ലൈസൻസ് നൽകുന്നത് നിർത്തലാക്കിയത്. വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ഖലീഫ അൽ അജീൽ ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു. മണി എക്സ്ചേഞ്ചുകൾ സെൻട്രൽ ബാങ്ക് വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി സത്യവാങ്മൂലം സമർപ്പിക്കണം. മാർച്ച് 31 വരെ ഇതിനായി സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാന ദേശീയ പരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്ന അംഗീകൃത കമ്പനികൾക്ക് ലൈസൻസ് നൽകും. 3 മാസമാണ് ലൈസൻസ് കാലാവധി. ഓരോ ലൈസൻസിനും 50,000 ദിനാറാണ് ഫീസ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 2024 ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമാകുമെന്ന് യൂറോപ്യൻ യൂണിയൻ ശാസ്ത്രജ്ഞർ. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെ കുതിച്ചുയരുന്ന ചെലവ് നികത്താൻ ദരിദ്ര രാജ്യങ്ങൾ പ്രാപ്തമല്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അസാധാരണമായ ഉയർന്ന താപനില അടുത്ത വർഷം ആദ്യം കുറച്ചു മാസങ്ങളിലെങ്കിലും നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ ശാസ്ത്രജ്ഞർ പറഞ്ഞു. 19-ാം നൂറ്റാണ്ട് അവസാനത്തേക്കാൾ ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ആഗോള ശരാശരി താപനില 1.54 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ UN സംഘടിപ്പിച്ച യോഗത്തിൽ $300 ബില്യൺ കരാർ നൽകിയതിന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് EUവിന്റെ കോപ്പർനിക്കസ് കാലാവസ്ഥാ വ്യതിയാന സേവനത്തിൽ നിന്നുള്ള ഡാറ്റ വരുന്നത്. 2023 ആയിരുന്നു ഇതിനു മുൻപത്തെ ഏറ്റവും ചൂടേറിയ വർഷം. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണം. സമുദ്രോപരിതലത്തിലെ താപനില തണുപ്പിക്കുന്ന ലാനിന കാലാവസ്ഥാ പാറ്റേൺ 2025 രൂപപ്പെടുമോ എന്നും ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റിയാദ് സീസൺ 2024 സന്ദർശക പ്രവാഹം. 2 മാസത്തിനുള്ളിൽ ഇവിടെ സന്ദർശനം നടത്തിയത് 10 ദശലക്ഷം പേർ. റിയാദ് സീസൺ സന്ദർശകരുടെ എണ്ണത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖ് അറിയിച്ചു. ഒക്ടോബർ 12 റിയാദ് സീസൺ ആരംഭിച്ചത്. ലോകമെമ്പാടു നിന്നും നിരവധി പേരാണ് ഇവിടം സന്ദർശിക്കാനെത്തിയത്. സീസണിൽ 5 പ്രധാന സോണുകൾ പ്രവർത്തിക്കുന്നു. ബൊളിവാർ വേൾഡ്, കിങ്ഡം മരീന, ബൊളിവാർ സിറ്റി, ദ വെന്യൂ, അൽ സുവൈദി പാർക്ക് എന്നിവയാണവ.
സുവൈദി പാർക്ക് അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തിന് സാക്ഷ്യം വഹിച്ചു. റിയാദ് സീസൺ ഇവന്റുകൾ 14 വിനോദ മേഖലകളും 11 ലോക ചാമ്പ്യൻഷിപ്പുകളും 10 ഫെസ്റ്റിവലുകളും എക്സിബിഷനുകളും ഉൾപ്പെടുന്നു. 7.2 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഏരിയയിലാണ് വിനോദ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബോക്സിംഗ് മത്സരങ്ങൾ, ഗുസ്തി, ടെന്നീസ്, സംഗീത കച്ചേരികൾ, റെസ്റ്റോറന്റുകൾ എന്നിവ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.